ആദ്യമായി ഈ അൾത്താരയിൽ നിൽക്കാൻ ഈ പ്രത്യക്ഷത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ വരുന്നത് ഇടുക്കി തൊടുപുഴയിൽ നിന്നാണ്. എൻ്റെ പേര് സരിത അജിത്ത്. ഞാൻ ആദ്യമായി 2024 മാർച്ച് 21 തീയതിയാണ് എൻ്റെ കൂട്ടുകാരി ഒത്ത് കൃപാസനത്തിൽ വരുന്നത്. കൂട്ടുകാരി അറിഞ്ഞാണ് ഞാൻ വരുന്നത്. അതിനുശേഷം 2024 മാർച്ച് 22 തീയതി ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും എനിക്ക് നേരിടേണ്ടി വന്നു. ഞാൻ ആദ്യമായി വന്നപ്പം മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പോയി 22 തീയതി മുതൽ ആരംഭിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ എനിക്ക് ഒരുപാട് അനുഗ്രഹമായി തീർന്നു. 22 തീയതി ഉച്ച കഴിഞ്ഞ് ഇത് എൻ്റെ മൂത്ത മകൾ ആദിത്യ, ഇളയ മകൾ ലിത്യാശ്രീ. 22 തീയതി ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ മകളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഞാൻ നേരിടേണ്ടി വന്നത്. ഞാൻ 2023 പുതിയതായി ഒരു വീട് വെച്ച് വാടക വീട്ടിൽ നിന്ന് താമസം മാറിയത്. എന്നെക്കുറിച്ച് അവിടെ അറിയാത്തത് കൊണ്ടായിരിക്കാം തൊട്ടടുത്തൊരു അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഇളയ മകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അവൾ നോർമലല്ല. ഞങ്ങൾ ചികിത്സിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൾക്ക് ഉള്ള ബുദ്ധിമുട്ടിൽ അവൾ സ്വാഭാവികമായിട്ട് അവിടെ ശരീരം തന്നെ നോവിക്കുകയും പിച്ചുകയും കടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. ഞങ്ങളത് കൗൺസിലിംഗ് കൊടുക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ പുതിയതായി താമസിച്ച് ചെന്നത് കാരണം എന്നെക്കുറിച്ച് അറിയേല. അപ്പോൾ അംഗൻവാടി ടീച്ചർ മുഖേന ചൈൽഡ് വെൽഫെയറിന് കംപ്ലയിൻറ്റ് പോയി. മാതാവിൻ്റെ ഉപദ്രവമായിരിക്കാം. അപ്പം കുട്ടിക്ക് കാലിന് ചെറിയ സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ മാതാവിൻ്റെ ഉപദ്രവമായിരിക്കാം കുട്ടി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ചൈൽഡ് വെൽഫെയറിന് കംപ്ലയിൻറ്റ് പോയി. പഠിക്കുന്ന സ്കൂൾ വഴിയാണ് പോയത്. ഇതറിയാതെയാണ് ഉച്ച കഴിഞ്ഞ് ഞാൻ ആ സ്കൂളിൽ ഉച്ച കഴിഞ്ഞ് 2:30-3 മണിയായപ്പോഴാണ് ഞാൻ ആ സ്കൂളിൽ ചെല്ലാനിടയായത്. ചെല്ലുമ്പോൾ CWCക്കാർ എൻ്റെ കുഞ്ഞിനെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അവളെ ക്വസ്റ്റ്യൻ ചെയ്ത് അവൾക്കറിയാവുന്നതും സത്യസന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം എന്നെ മാറ്റി ഒരു റൂമിലിരുത്തി. ഞാനിതൊന്നും അറിയാതെയാണ് അവിടെ ചെന്നെങ്കിൽ പോലും കാരണം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാനതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കാരണം ഞാൻ അതിനെ നേരിട്ടു. എന്നെ മാറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ മോളും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. എന്നാലും CWCക്കാർ കുട്ടിയെ വിട്ടുതരാൻ തയ്യാറായില്ല. അവിടുന്ന് തൊടുപുഴ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ശരീരങ്ങൾ ടെസ്റ്റ് ചെയ്യുകയും പരിശോധിക്കുകയും കുഞ്ഞിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അപ്പോൾ അവളിൽ നിന്ന് അവർക്ക് പോസിറ്റീവായ ഒന്നും കിട്ടിയില്ല. എല്ലാം എനിക്ക് കാരണം ഞാൻ സത്യസന്ധമായിട്ട് അതിനെ നേരിടുന്നതുകൊണ്ട് CWCക്കാരുടെ കൂടെ വന്ന പോലീസിൻ്റെയും എൻ്റെ കുട്ടിയുടെയും കൂടെ ഞാൻ ആശുപത്രി പോവുകയും മാതാവിൻ്റെ ഫോട്ടോ അപ്പോഴേ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തു. അമ്മേ സത്യം എന്നതാണോ അത് പുറത്തു വരണം. ഇപ്പം അറസ്റ്റ് പ്രതീക്ഷിച്ച ഒരു ഇതിലാണ് ഞാൻ ഈ ആശുപത്രിയുടെ ഇതിലിരിക്കുന്നത്. എന്നെ അറിയാവുന്നവരും ഇവിടെ എന്നെ ആദ്യമായി കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരിയും അറിഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ കടയിൽ ജോലി ചെയ്യുന്നിടത്തു നിന്ന് അവർ ഓടി വന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചൊന്നേ ഉള്ളൂ, എൻ്റെ സത്യസന്ധത എനിക്ക് വെളിയിൽ കൊണ്ടുവരണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 1.5-2 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം എൻ്റെ കുഞ്ഞിനെ CWCക്ക് ചൈൽഡ് വെൽഫെയറുകാർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. കുട്ടിയെ വിട്ടു തരാതെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞാൻ അമ്മയോട് കരഞ്ഞൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയതുപോലെ തന്നെ സത്യം വെളി വന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കുന്ന പേപ്പറുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ മൂത്ത മോൾക്ക് ഈ പ്രശ്നങ്ങൾ നേരിടുമ്പം അതേ സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മോള് ആന്ധ്ര നേഴ്സിംഗ് പഠിക്കുകയാണ്, BSc നേഴ്സിംഗ് പഠിക്കുമ്പോൾ ആ പോലീസുകാരുടെ മുന്നേ നിൽക്കുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് കോളേജിൽ നിന്ന്. മോൾക്ക് സുഖമില്ല, മോളുടെ വയറ് വീർക്കുകയാണ്, മോൾക്ക് നടക്കാൻ പറ്റുകയില്ല, സ്റ്റെപ്പ് കയറാൻ പാടാണ് എന്നും പറഞ്ഞ് കോൾ വരുന്നു. അപ്പം ഈ പോലീസുകാരോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കുന്നത്. എൻ്റെ മൂത്ത മോളാണ് എന്നെ വിളിക്കുന്നത്. എന്നാന്നറിയത്തില്ല, ഫോൺ എടുത്തോളാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പം മോള് പറയുന്നു ആശുപത്രി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നതെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനെ ഉറച്ചു വിളിച്ചു,
എന്നെല്ലാം പ്രതിസന്ധി, ഞാൻ അവിടെ വന്നു. അപ്പം എന്നെ ഈ പ്രതിസന്ധികൾ നേരിടാനാണ് എൻ്റെ അമ്മമാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ പരീക്ഷിക്കല്ലേ, എന്നെ തളർത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്നിട്ട് കുട്ടിയെയും കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ 3-4 ദിവസം എനിക്ക് വിശപ്പും ദാഹവും, ആഹാരവും ഇല്ല, ഭക്ഷണവും ഇല്ല. 3-4 ദിവസം ഞാൻ ഒരുപാട് വേദനയിൽ തളർന്നു. എന്നാ ചെയ്യണ്ടെന്നറിയില്ല. അപ്പോഴും ഞാൻ എൻ്റെ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മനസ്സുകൊണ്ട് ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാനപ്പോൾ ഉടമ്പടിയിലല്ല, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറയും, കരയും. ഞാൻ അമ്മയെ ഉടമ്പടി എടുത്തേക്കാം, എൻ്റെ മക്കൾക്ക് നല്ലത് വരുത്തണേ, എൻ്റെ മകളുടെ അസുഖങ്ങൾ മാറണേ, എൻ്റെ കുഞ്ഞിനെ വിട്ടു തരണമേ, ഞാൻ ഉടമ്പടി എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ കുഞ്ഞിനെ മൂത്ത മകളെ പോയി പെട്ടെന്ന് കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരേണ്ട സ്ഥിതിയായി. കൂട്ടിക്കൊണ്ട് വരുന്നു. തൊടുപുഴ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അവിടെയും പറയുന്നു ക്യാൻസറിൻ്റെ ലക്ഷണമാകാം, അല്ലെങ്കിൽ TB ആയിരിക്കാം. കുഞ്ഞിന് അവൾക്ക് നടക്കത്തില്ല, മൂത്ത മോൾക്ക് നടക്കുകയില്ല. ആകെ വാടി തളർന്ന് വയറും വീർത്ത്. ആദ്യമൊക്കെ ഫുഡിൻ്റെ അന്നും കൊണ്ട് തള്ളിവിട്ടു മാസങ്ങൾ. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചു. അവിടെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇതുപോലെ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ അടുത്താവും, ബയോപ്സി ചെയ്യണം, ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും രൂപയൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. എൻ്റെ മകളുടെയും കരച്ചിൽ കണ്ട് ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് എഴുതി തന്നു, ലെറ്റർ തന്നു വിട്ടു. എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 3 ദിവസം കൊണ്ട്. അപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ അമ്മമാതാവിനോടാണ് കാര്യങ്ങൾ പറയുന്നത്, സംസാരിക്കുന്നത്. എനിക്ക് ധൈര്യം തരണം, എനിക്ക് വേറെ ആരുമില്ല, എന്നെ തളർത്തല്ലേ. അമ്മമാതിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം. അപ്പോഴും എനിക്ക് പ്രാർത്ഥന അറിയില്ല. അപ്പോൾ യൂട്യൂബിലെ ഈ സാക്ഷ്യങ്ങൾ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായിട്ടില്ല. അപ്പോഴും ഞാൻ അമ്മമാതിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ ആശുപത്രി പോക്കും കാര്യങ്ങളും ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം. ഇതിനിടയിൽ എൻ്റെ ഇളയ മകളെ ചൈൽഡ് വെൽഫെയർ വെച്ചേക്കുന്ന ഹോസ്റ്റലിൽ പോകണം, അവിടെ കാണും, കുഞ്ഞിനെ കാണും. അവിടെ ചെല്ലുമ്പോൾ അവളുടെ പ്രതിസന്ധികളും വേദനകളും പറയും. അവിടുന്ന് അതും എല്ലാ വേദനകളും ഞാൻ താങ്ങി എൻ്റെ അമ്മമാതിനോട് അപ്പോഴും പ്രാർത്ഥിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. സാധാരണ അവിടെ കൊണ്ടുപോയാൽ ഭയങ്കര താമസവും. ഞാൻ ഇതിനു മുന്നേ കോട്ടയത്ത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ മോളെയും കൊണ്ടുപോയി ഈ ഡോക്ടർ തന്ന ലെറ്ററുമായിട്ട് ചെന്നു. 3 ദിവസം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്, അവൾ നേഴ്സിംഗ് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു. ബയോപ്സി ക്യാൻസർ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞിന് ക്യാൻസർ ആണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊള്ളും, ഞാൻ ചാകും. കാരണം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. എന്നെ തളർത്തല്ലേ, എനിക്ക് അമ്മയേ ഉള്ളൂ. ബയോപ്സിക്ക് കയറ്റുമ്പോഴും ഞാൻ വാതിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് കരയുക. അമ്മ നീ മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനായി ഈശോയും അമ്മമാതാവും മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും വരില്ല. ഡോക്ടർമാർ പറയുന്ന പോലെ TB ആയിക്കോട്ടെ, കുഴപ്പമില്ല, ക്യാൻസർ ആകരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടെല്ലാം വന്നു. എൻ്റെ കുഞ്ഞിന് എന്താണ് അസുഖം തെളിഞ്ഞു, TB ആയിരുന്നു. ആ അസുഖത്തെക്കുറിച്ച് അവൾ പറയും, അതിന് വിശദമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോഴും എൻ്റെ കുഞ്ഞ് CWCയിലാണ്, ചൈൽഡ് വെൽഫെയറിൻ്റെ കീഴിലാണ് ഇളയ മകൾ. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു. ഇതിനോടകം അംഗൻവാടി ടീച്ചറുമായിട്ടും സ്കൂൾ ടീച്ചറുമായിട്ടും പൊരുതി. എൻ്റെ കുഞ്ഞിനെ വിട്ടു തന്നില്ല, ഞാൻ സ്കൂളിനെതിരെ ടീച്ചറിനെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് യാതൊരു നിവൃത്തി ഉണ്ടായിരുന്ന മനുഷ്യാവകാശ കമ്മിറ്റി വരെ ഞാൻ വിളിച്ചു വരുത്തി. പത്തനംതിട്ട വടശ്ശേരിക്കരയെന്ന് അവർ വന്നു, എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാൻ കൊച്ചിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ചൈൽഡ് വെൽഫെയറിൽ കാണിച്ചു. 48ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത്. അപ്പം ഇതിനോടൊക്കെ ഞാൻ അമ്മമാതിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നല്ല രീതിയിൽ തന്നാൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാം. അങ്ങനെ ജൂൺ 6-ാം തീയതി 2024 6-ാം തീയതി വന്ന് ഉടമ്പടി എടുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എൻ്റെ മൂത്ത മോളെയും കൊണ്ട് ആശുപത്രി പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനോട് അസുഖങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ആഗസ്റ്റ് 29-ാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ അനുവാദം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ മകളെ കൊണ്ട് വരുമ്പം അവിടെ ഓരോ മൂലയ്ക്കും മാറി ഇരുന്ന് എൻ്റെ കുഞ്ഞിന് വയറ് വീർത്തിട്ട് നടക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, ഗുളികകൾ കഴിക്കുക, അതിൻ്റെതായ ബുദ്ധിമുട്ടും തളർച്ചയും ക്ഷീണം. ഓരോ മൂലയ്ക്ക് ഓരോ കസാരയിലും മാറി ഇരുന്ന് ഞങ്ങൾ 5:30 ആയപ്പം വന്നതാണ്.
അച്ഛനെ കാണുമ്പോൾ ഏകദേശം ഒരു 11 മണിയായി. അച്ഛനെ കണ്ടു കഴിഞ്ഞ് പോയി അവൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട വന്നില്ല. എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യമായി. അമ്മയെ ഞാൻ കൂട്ടുപിടിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഓരോ കാര്യത്തിനും അമ്മ എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കൃപാസനത്തിൻ്റെ വാതിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ എങ്ങനെ നഷ്ടപ്പെട്ടു, ആ അമ്മയുടെ അടുത്ത് വരുന്ന ഒരു ഫീലാണ് എനിക്ക്. എൻ്റെ അമ്മയുണ്ട് ഇവിടെ. ഞാൻ വരുമ്പം പ്രാർത്ഥിച്ചും കരഞ്ഞുമായിരിക്കും. രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പം കരയാറുണ്ട്. പക്ഷെ കൃപാസനത്തിൽ വന്നാൽ ഒരു പരിധി വിട്ട് ഞാൻ കരയാറില്ല. എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മയുള്ളൊരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വരുന്ന പോലെ ഞാൻ ഇവിടെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ അമ്മയുടെ എൻ്റെ വേദനകളും ഒരുപാട് കരഞ്ഞും തളർന്നു വരുന്ന ഞാനാണ്. എൻ്റെ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മമാരെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ് അങ്ങനെ കരയാറില്ല. ഞാൻ കാര്യങ്ങൾ പറയും, അമ്മയോട് സംസാരിക്കും. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖവിവരങ്ങൾ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അവൾ പറയും. എൻ്റെ പേര് ആദിത്യ. ഞാൻ ആന്ധ്രയിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. എനിക്ക് ഒരു വർഷം മുന്നേ അബ്ഡോമിനൽ TB ആയിരുന്നു. അതിങ്ങനെ അൾട്രാസൗണ്ട് വഴി ചെയ്തപ്പോൾ ഒമെൻ്റൽ തിക്കനിങ് ഉണ്ടായിരുന്നു. പിന്നെ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ അസൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ലിവർ പ്രോബ്ലം ആയിരിക്കും. അതൊക്കെ ചെയ്തിട്ടൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലെ പറഞ്ഞു ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ TB ആയിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് TB കൺഫേം ആയി. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലൊന്നും പോകുന്നില്ലായിരുന്നു. വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ സെം എക്സാം ഒക്കെ വരുന്നത് കാരണം എക്സാമിന് ഏകദേശം 1 മാസം മുന്നേ കോളേജിലേക്ക് തിരിച്ചു പോയി. ആ സെം ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പം എനിക്ക് നല്ല വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അമ്മ പറയും മാതാവിൻ്റെ കശുരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്ക്, തൈലം തേക്ക്, ഉപ്പ് ഇട്ട് വെള്ളമൊക്കെ കുടിക്ക്, ശരിയാവും എന്ന് പറയും. അപ്പം ഞാൻ ആദ്യമേ വിശ്വസിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇതിലങ്ങനെ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തൈലമൊക്കെ എടുത്ത് വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നതോറും എനിക്ക് ശരിക്കും ആ തൈലം തേച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് വയറുവേദനയൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ എനിക്ക് ചെറിയ ആദ്യം അമ്മയോട് ചോദിക്കായിരുന്നു, അമ്മ ഇതൊക്കെ വിശ്വസിക്കുന്നത് സൈക്കോ വല്ലതും ആണോ എന്നൊക്കെ അമ്മയോട് ഞാൻ ചോദിക്കായിരുന്നു. പിന്നെ ഇതുപോലെ വേദനയൊക്കെ കുറയുമ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസമായി. ഞാൻ ഡെയിലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അവിടെ പോയി എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ പഠിക്കാൻ നേരത്ത് മാതാവിനെ വെച്ചിട്ട് പഠിച്ച് ആ എക്സാം എഴുതി. ആ എക്സാം പാസ്സായി ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്ന്. അപ്പം ജോസഫ് അച്ഛനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് തൈലമൊക്കെ വയറ്റി തേച്ച് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് എൻ്റെ സെം എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ ക്ലാസ്സിൽ പോകാണ്ട് അധികമൊന്നും പഠിക്കാണ്ട് എഴുതിയ എക്സാം നല്ല മാർക്കോടെ പാസ്സായി. അത് ക്ലാസ്സിൽ എഴുതിയ പിള്ളേരുടെ ഒക്കെ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് 3rd വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് ജോസഫ് അച്ഛനെ കണ്ടിട്ട് പോയി 1 മാസം കഴിഞ്ഞ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അസൈറ്റിസ് ഫ്ലൂയിഡൊക്കെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവർ പറഞ്ഞു മരുന്ന് കണ്ടിന്യൂ ചെയ്തോ, എന്നാലും നിർത്തണ്ടെന്ന് പറഞ്ഞു. ട്യൂബർകുലോസിസിൻ്റെ ഡ്രഗ് എടുക്കുമ്പോൾ കുറേ സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പോകാം, കിഡ്നിയിൽ ബാധിക്കാം, ലിവറിൽ ബാധിക്കാം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് വന്നത് എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞ് പോവായിരുന്നു. അതായത് ഈ തലയോട്ടിൽ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ പറഞ്ഞ് വരുമായിരുന്നു. അറ്റം ഫുള്ളായിട്ടുള്ള മുടി ഇങ്ങനെ പിഴുത് വരുമായിരുന്നു. ഓരോ തവണ മുടിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കുന്നു മുടിയോളം കയ്യിൽ വരുമായിരുന്നു. കുളിക്കുമ്പോഴാണെങ്കിലും ശരി, ഫുൾ മുടി. എനിക്ക് ചെറുപ്പം തൊട്ട് അത്യാവശ്യം നല്ല രീതിക്ക് മുടിയുള്ള ആളായതാണ് എനിക്ക് നല്ല വിഷമമായിരുന്നു. തൈലം അതൊക്കെ തേച്ച് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മുടിയൊക്കെ വളർന്നു. എല്ലാ രീതിക്കും മാതാവ് എനിക്ക് നല്ല രീതിക്കുള്ള അനുഗ്രഹങ്ങളാണ് തരുന്നത്. എക്സാം എഴുതുന്ന ടൈമിലാണെങ്കിലും
ഈ തൈലവും ഉപ്പൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് എക്സാമൊക്കെ എഴുതി. ഇതുവരെ എഴുതിയ എക്സാമുകളൊക്കെ ഞാൻ പാസ്സായി. ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് എഴുതിയ എക്സാമും പാസ്സായി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങനെ ചോദിച്ചതിൽ ഞാനിപ്പോൾ ഞാൻ ഖേദിക്കുകയാണ്. കാരണം അത്ര വിശ്വാസമായി എനിക്കും ഇപ്പം മാതാവിൻ്റെ അടുത്ത്. മരുന്ന് കഴിച്ചതിൻ്റെ അവള് വിട്ടുപോയതാണ്. അവിടെ കാല് ശോഷിക്കുകയും അവിടെ മുടി പൊഴിഞ്ഞ് തല മുട്ടയായതുമാണ്. അത് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച കാര്യമാണ്. കാരണം മുടിയുള്ള കുഞ്ഞായിരുന്നു. അപ്പം ഇവിടെ ഈ നെറ്റി എല്ലാം നല്ലോണം കഷണ്ടിയായി, മുടിയൊന്നുമില്ലായിരുന്നു. അവിടെ ഫോണിൽ ഫോട്ടോയുണ്ട് മുടി പൊഴിഞ്ഞു പോകുന്ന. ഓരോ തവണയും അവൾ കോളേജിൽ നിന്ന് എനിക്ക് ഫോട്ടോ ഇട്ട് തരുമ്പോഴും ഞാൻ പറയും കുഴപ്പമില്ല, അമ്മ മാതാവ് അതെല്ലാം തരും, ഈശോ അനുഗ്രഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എണ്ണ കാച്ചി ഇവിടുത്തെ തൈലം 2-3 തുള്ളി അതിനകത്ത് ഒഴിച്ച് കൊറിയർ അയച്ചു വിടും എൻ്റെ മോൾക്ക് തലയിൽ പെട്ടാൻ. അങ്ങനെയാണ് അവൾക്ക് മുടി വളർന്നത്. പിന്നെ എനിക്ക് അല്ലാതെ ഒരുപാട് ഞാൻ 2024 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല കൂടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഒരാഴ്ചക്ക് മുന്നേ ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ഭാഗ്യം ഉണ്ടെങ്കിൽ അതിന് കൂടാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ അതിൽ നല്ലോണം പ്രാർത്ഥിച്ചു, എന്നെ അതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ അമ്മ അനുഗ്രഹിക്കണമേ ഈശോയെ. എനിക്ക് വെരിക്കോസ് വെയിനുണ്ട്, തലവേദനയുണ്ട്, ഓവറിൽ സിസ്റ്റുണ്ട്, എനിക്കില്ലാത്ത അസുഖങ്ങളില്ല. പക്ഷേ ഈ അസുഖങ്ങളെല്ലാം ഓരോന്ന് വരുമ്പോഴും ഞാൻ അമ്മയുടെ തൈലം, എൻ്റെ വെരിക്കോസ്, ഞാൻ ഒരു 10-12-13 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഒരു 13 വർഷമായിട്ട്. അപ്പോൾ ആ കാലിൻ്റെ വേദന എനിക്ക് ഭയങ്കരമായിട്ട് തളർത്തു. എനിക്ക് കാല് കട്ട് കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇടത്തെ കാലിൽ ഓരോ ബോൾ പോലെ ചെറിയ ബോൾ പോലെ ഞരമ്പുകൾ ഇങ്ങനെ ഉരുണ്ടുകൂടി കിടക്കും, വെരിക്കോസ് വെയിൻ്റേത്. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ഈ ഉരുണ്ട് കിടക്കുന്ന ഞരമ്പുകൾ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഗുളിക തന്നു. ആ ഗുളിക അതുപോലെ തന്നെ ഞാൻ കൊണ്ട് വീട്ടിൽ വെച്ചതല്ലാതെ അതിനകത്ത് അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ അതിനകത്ത് ഒരു ഗുളിക പോലും എടുത്ത് കഴിച്ചിട്ടില്ല. ഞാൻ അന്ന് തുടങ്ങി എൻ്റെ തൈലം എടുത്ത് കാലയിൽ നിന്ന് നേരെ മേളിലോട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, മസാജ് ചെയ്ത് പ്രാർത്ഥിക്കും. അമ്മ എൻ്റെ കാലിൻ്റെ വേദന കുറച്ച് തരണമേ, എനിക്ക് ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്, എൻ്റെ തളർത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു ദിവസം വൈകിട്ട് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഇടത്തുകാലിൻ്റെ വിരലിലെന്തോ പിടിച്ച് വലിക്കുമ്പോൾ നമുക്കൊരു ഇത് വരും, ആ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ കാലിൻ്റെ മടക്കിൻ്റെ തൊട്ട് താഴെ ഒരു ബോൾ പോലൊരു ഞരമ്പ് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അതിങ്ങനെ പിടിച്ച് വലിച്ച് ചുരുണ്ട് നിൽക്കുന്ന പോലെ, ഒരു നല്ല ഉറക്കത്തിലാണ് ഞാൻ, ചുരുണ്ട് നിൽക്കുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു. അപ്പോൾ ഉറക്കത്തിൽ ചാടി എണ്ണീറ്റ് ഞാൻ ഓർത്തു എൻ്റെ കാലിൻ്റെ ഞരമ്പ് പൊട്ടാൻ പോവുക, ഡോക്ടർ ഇങ്ങനെയല്ലേ പറഞ്ഞ ഞരമ്പ് പൊട്ടാൻ പോവുക. ആ ഉറക്കത്തിൽ ചാടി എണ്ണീറ്റ് എൻ്റെ ഒരു വിരലും കൊണ്ട് പെട്ടെന്ന് ഞാൻ അതേ കുരിശ് വരച്ചു. പക്ഷെ ഞാൻ പെട്ടെന്ന് കിടന്നു, കുരിശ് വരച്ചു. അമ്മ എന്നെ പരീക്ഷിക്കരുത്, രാത്രിയാണ്, ഞാൻ താമസിക്കുന്ന ഉൾഗ്രാമമാണ്, അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ ദൂരമാണ്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ എന്നെ പരീക്ഷിക്കരുത്, അത്ര മാത്രം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ രാവിലെ എണ്ണീറ്റാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്, എൻ്റെ കാലിൽ എന്നാ പറ്റിയത്. അപ്പോൾ ഞാൻ ഭർത്താവിനെ, എൻ്റെ മകനെ എൻ്റെ കാല് കാണിച്ചു. ഇന്നലെ രാത്രിയിൽ എനിക്കുണ്ടായ സംഭവത്തിൽ എൻ്റെ കാല് ശരിക്കും നല്ല കറുത്ത പച്ച ഞരമ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതിൽ ഒത്തിരി മാറ്റമുണ്ട്. ആ ബോൾ പോലെ കിടന്നതെല്ലാം നിരപ്പായി. പിന്നെ ചെറിയൊരു പുകച്ചിൽ മാത്രമല്ല, ആ കട്ടുകഴുപ്പ് വേദന അതെല്ലാം മാറിക്കിട്ടി. അങ്ങനെ ഓരോന്നിലും അഖണ്ഡ ജപമാലയുടെ കാര്യം പറഞ്ഞത്, അഖണ്ഡ ജപമാല ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് തയ്യാറായി. തലേദിവസം രാത്രിയിൽ ഞാൻ സായന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന എല്ലാം തെറ്റി പോവാൻ ശ്രദ്ധ വരുന്നില്ല എനിക്ക്. അപ്പോൾ വീണ്ടും ഞാൻ നിർത്തും, വീണ്ടും തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അമ്മേ, എന്താണ് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു ശകലം ഉപ്പെടുത്ത് നാക്കെ വെച്ച് പോയി റൂമിൽ പോയി കിടന്നു. പ്രാർത്ഥിച്ചില്ല, നിർത്തി, പോയി കിടന്ന് ചെറുതായിട്ട് ക്ഷീണം, ഞാൻ നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ക്ഷീണം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലോട്ട് ഉറക്കം കയറി, പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. എൻ്റെ ഭർത്താവിന് ആക്സിഡൻ്റ് ആകുന്നു. എനിക്ക് ജപമാലയ്ക്ക് പോകാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. ഞാൻ 9 മണിക്ക് എനിക്കിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്നു. 9:55 ആയപ്പം എൻ്റെ ഭർത്താവ് ഒരു വഴിയെ പോയ ആൾ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ ഭർത്താവിനെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വീട്ടിൽ മകനോട് പറഞ്ഞു, ഇതുപോലെ അപ്പാടെ വണ്ടി അപ്പായ്ക്ക് എന്തോ ആക്സിഡൻ്റ് ആകുമെന്ന് എനിക്ക് തോന്നി, എന്നാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. വന്ന് വിളിച്ചു. ഞാൻ ഹസ്ബൻഡ് വന്ന് വാതിൽ നിൽക്കുമ്പോൾ ഞാൻ ചാടി എണ്ണീറ്റ് വരുമ്പോൾ പറയുന്നു വണ്ടി ആക്സിഡൻ്റായി. അപ്പോൾ വണ്ടി എന്ത് ചെയ്യുക, വേറൊരാളുടെ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. വണ്ടി എന്തെന്ന് ചോദിച്ചപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വീണു, കൈ ഒക്കെ ഉരഞ്ഞെങ്കിലും
ഞാൻ അപ്പം തന്നെ ഉപ്പ് തൈലമൊക്കെ തൂത്തു, കയ്യിലെല്ലാം തൂത്തു. രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. ഭർത്താവിൻ്റെ കൈയും കാലും എണ്ണയൊക്കെ ഉപയോഗിച്ച് ഭർത്താവിൻ്റെ വായിൽ ഉപ്പൊക്കെ വെച്ച് കൊടുത്തു. അമ്മ എന്നെ നാളെ രാവിലെ അഖണ്ഡ ജപമാലയിൽ എന്നെ ഉൾപ്പെടുത്തണേ, എന്നെ പരീക്ഷിക്കല്ലേ, എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുപ്പിക്കണം. ഞാൻ വന്നു. പിറ്റേ ദിവസം എന്നോട് രാത്രി ഒരു 2:30-3 മണിയായപ്പം ബാത്റൂമിൽ പോയി എണീറ്റപ്പം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, നീ രാവിലെ പൊക്കോ. ഞാൻ അങ്ങനെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു. എൻ്റെ ഈ കാല് വേദന വെച്ച് ഞാൻ അത്രയും ദൂരം നടന്നു. എനിക്കൊരു കുഴപ്പമോ ഒരു ക്ഷീണമോ എനിക്കുണ്ടായില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും 3 മണിക്ക് അലാറം വയ്ക്കും, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അപ്പം തന്നെ 2-3 സാക്ഷ്യങ്ങൾ കേൾക്കും. സാക്ഷ്യങ്ങൾ കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. ആ സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കും, എന്നാ സരിതയ്ക്ക് സാക്ഷ്യങ്ങൾ ലഹരിയായോ, ഇതിന് അഡിക്റ്റായിപ്പോയി. ഞാൻ സീരിയലിന് അഡിക്റ്റായിരുന്നു. പക്ഷേങ്കിൽ അമ്മ മാതാവിനെ എന്ന് ഞാൻ കൂട്ടുപിടിച്ചോ അതിൽ നിന്നെല്ലാം ഞാൻ പിന്മാറി. നല്ല രീതിയിൽ കുറഞ്ഞൊരു 10-15 സാക്ഷ്യങ്ങളും കേൾക്കും ഞാൻ. എൻ്റെ ഭർത്താവാണല്ലോ എന്നോട് ചോദിക്കും, ഞങ്ങൾ രണ്ടും ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ കടയ്ക്കുള്ളിൽ സാക്ഷ്യങ്ങളും ജോസഫച്ചൻ്റെ ടോക്കുകളും ഉപവാസ പ്രാർത്ഥനയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ സംസാരിക്കുമ്പോഴാണേലും പറയും, ഒരു 2-3 മിനിറ്റ് മിണ്ടായിരിക്കും, എനിക്ക് പ്രാർത്ഥന കേൾക്കണം, പ്രാർത്ഥന കൂടണം. എപ്പോഴും എൻ്റെ കടയ്ക്കകത്ത് സാക്ഷ്യങ്ങളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. എപ്പോഴും പാട്ട് വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ സാക്ഷ്യങ്ങൾ വെക്കാൻ ആരംഭിക്കുമ്പം കടയിൽ ഫോണ് ഓഫാക്കും. എൻ്റെ സാക്ഷ്യങ്ങളാണ് ആ കടയ്ക്കകത്ത് കേൾക്കുന്നത്. ഒരു 10-15 സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും. എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ എന്നും കുറഞ്ഞൊരു 4 തവണ 5 തവണയിലും അമ്മേ എന്നെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ, എൻ്റെ എല്ലാം അറിഞ്ഞ അമ്മ എനിക്ക് കൂട്ടായിരിക്കണമേ, ഇതേ ഞാൻ പറയാറുള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് സംസാരിക്കും. 1 മണിക്കൂർ 1.25 മണിക്കൂർ ദൂരമുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ. അവിടം തൊട്ട് എൻ്റെ കൊന്ത എൻ്റെ കയ്യിൽ കാണും. ഞാനത് ചൊല്ലിക്കൊണ്ടേ വരും. അപ്പം ഞാൻ ആ കൊന്ത ചൊല്ലിക്കൊണ്ടേ വരും. ഒരു ദിവസം എങ്ങനെയായാലും ഒരു 5 വിശ്വാസ പ്രമാണവും 5 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ഒരു 150 നന്മ നിറഞ്ഞ മറിയമേ ഞാൻ ചൊല്ലും കടയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. സമയം നോക്കാറില്ല. എപ്പോഴും ഞാൻ എപ്പോൾ 2 മണിക്കാണോ 3 മണിക്കാണോ 4 മണിക്കാണോ എപ്പോഴും ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസം വന്ന് ഇവിടുന്ന് പത്രം വാങ്ങിക്കും. എനിക്കൊരു മടിയില്ല കൊടുക്കാൻ. ആദ്യമൊക്കെ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കും. പക്ഷേ ഇപ്പോൾ കൊണ്ടുപോകുന്ന പത്രങ്ങൾ അപ്പം തന്നെ ഞാൻ കൊടുത്തു തീർക്കും. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് കൊണ്ടുപോയി ഞാൻ മനസ്സ് നല്ല സന്തോഷത്തോടെയും തൃപ്തിയോടെയും കൊടുത്തൊരു പത്രം കൊടുത്ത് എനിക്ക് സന്തോഷമായത് ഈ ലാസ്റ്റ് കൊണ്ട് ഡിസംബർ 17 വന്ന് കൊണ്ടുപോയത്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾ ഫുഡുകൾ തട്ടിപ്പറിക്കുന്ന പോലെ അടിച്ചു പറിക്കുക പത്രം. ഞാൻ നീട്ടുന്ന കൃപാസനത്തിലെ പത്രമാണോ എന്നും പറഞ്ഞ് കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുക ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞാൻ ക്യാൻസർ രോഗികൾക്ക് ഓൺലൈനിൽ എനിക്ക് പോയി കാണാനൊന്നും പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീടുണ്ടാകണമേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമേ, ക്യാൻസർ രോഗികൾ എല്ലാവരെയും സുഖപ്പെടുത്തണം. ഒരു അസുഖം ഉണ്ടായി ആരും വലയരുത്. അങ്ങനെ എന്നെ കഴിയുന്ന എനിക്ക് എൻ്റെ ഉള്ളത് രീതിയിൽ ഞാൻ പൈസ ആയിട്ട് സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സുകളാണേലും ഞാൻ എല്ലാ വർഷവും അനാഥാലയത്തിൽ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണേലും പ്രായമുള്ള അച്ഛനമ്മമാർക്കുള്ളതാണേലും ഞാൻ അലമാരി ഈ പോകുന്ന സമയമാകുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ നോക്കിയിട്ട് എത്രയും എൻ്റെ പിള്ളേർക്ക് ഡ്രസ്സുകൾ അധികം വലിച്ചു കൂട്ടി ഇടാനില്ലാത്ത പിള്ളേരാണ്. എന്നാലും അവരുടെ ഏറ്റവും നല്ല ഡ്രസ്സുകൾ നോക്കി അവരും എടുത്തു തരും. അതിനൊപ്പം ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. എനിക്ക് അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ മകളായിട്ട് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ എൻ്റെ ആഗ്രഹം. ഒരുപാട് പ്രതിസന്ധികളെല്ലാം നേരിട്ട് അമ്മയോട് സംസാരിച്ചും അമ്മയോട് വേദനകൾ പറഞ്ഞും എൻ്റെ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെ പറഞ്ഞ തീരുകയല്ല. ഞാൻ 6 നിയോഗങ്ങളാണ് വെച്ചേക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് 600 നടന്നേക്കുന്നത്. ഓരോ ദിവസവും എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒരാഴ്ചയിൽ 7,000 രൂപ 8,000 രൂപ ലോൺ അടയാനുണ്ട്. ഓരോ ദിവസവും ഞാൻ അമ്മയ്ക്ക് രാവിലത്തെ പ്രാർത്ഥനയിലും 5:30 പ്രാർത്ഥന കറക്റ്റ് അലാറം വെച്ചേക്കുക. കറക്റ്റ് 5:30 എന്നുണ്ടെങ്കിൽ ഞാൻ 5:30 ഡെയിലി ബ്രെഡിന് കൂടും. അപ്പം തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വിടും. പിന്നെ ഒത്തിരി ഒന്നും അമ്മയോട് പറയണ്ട, അമ്മ എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നോട്ടുള്ള ജീവിതത്തിലും ഞാനും എൻ്റെ മക്കൾ ഇപ്പോൾ എൻ്റെ മോള് ഉടമ്പടി എടുത്തേക്കുവാണ്. ഇന്ന് ആദ്യ ഉടമ്പടിയാണ്. ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് മാതാവിനെ ഞാൻ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം.
പിന്നെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിക്കുന്നു.